പ്രൈസ് ലോർഡ്. ഇതുവരെ വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം കഴിയുന്ന വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി 16 മുതലുള്ളത് നമുക്ക് പഠിക്കാം. 16-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതലെടുക്കാം. 1-ാം വാക്യം, നിങ്ങൾ പോയി ക്രോധകലശം 7 ഭൂമിയിൽ ഒഴിച്ചു കളവിൻ എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിൽ നിന്ന് 7 ദൂതന്മാരോടും പറയുന്നത് ഞാൻ കേട്ടു. 1-ാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. അപ്പോൾ മൃഗത്തിൻ്റെ മുദ്ര ഉള്ളവരും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരുമായ മനുഷ്യർക്ക് വല്ലാത്ത ദുർഭരണമുണ്ടായി. ഒരു വൃത്തികെട്ട രോഗം ഉണ്ടായി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് അന്തിക്രിസ്തുവിൻ്റെ മുദ്രയുള്ളവർക്കും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്ന ആൾക്കാർക്കുമാണ് ഉള്ളത്. അടുത്തതായിട്ട് 2-ാമത്തവൻ തൻ്റെ കലശം സമുദ്രത്തിലൊഴിച്ചു. അപ്പോൾ അത് മരിച്ചവൻ്റെ രക്തം പോലെ ആയിത്തീർന്നു. സമുദ്രത്തിലെ ജീവജന്തു ഒക്കെയും ചത്തുപോയി. കലശം ഒഴിച്ചപ്പോൾ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമുദ്രത്തിലെ ജീവജന്തു എല്ലാം ചത്തുപോയി. അതായത് നോൺ വെജിറ്റേറിയൻ ഫുഡ് സമുദ്രത്തിൽ നിന്ന് വരുന്നത് കംപ്ലീറ്റ് പോയി. വെജിറ്റേറിയൻ ഫുഡും അവിടെയുണ്ട് ചില തരത്തിലുള്ള, അതെല്ലാം ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി എന്നർത്ഥം. രക്തമായി തീർന്നു. 3-ാമത്തെ ദൂതൻ്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു. അവ രക്തമായി തീർന്നു. അതും രക്തമായി തീർന്നു. നദികളിലും ഒഴിച്ചു. അപ്പോൾ അതും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിത്തീർന്നു. അവിടെയുള്ള ജീവികളും നശിച്ചു പോയതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡിസ്ട്രക്ഷനാണ്. അതേസമയം നമ്മൾ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ കണ്ടത് അവിടെ 1/3 കാണിക്കുന്നത്. അപ്പോൾ ജലാധിപതിയായ ദൂതൻ വണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നതിനും ഇരുന്നതിനുമായി പരിശുദ്ധനായുള്ളവയെ, നീ ഇങ്ങനെ ന്യായം വിധിച്ചുകൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു, അതിന് അവർ യോഗ്യർ തന്നെ. അതായത് അന്തിക്രിസ്തുവിൻ്റെ ആൾക്കാർക്കും ഇതേമാതിരിയുള്ള ബാധ അയച്ചത് ഒരു ന്യായമായിട്ടുള്ള കാര്യമാണെന്ന് ജലാധിപതിയായിട്ടുള്ള ദൂതൻ പറയുകയാണ്. അതിന് കാരണം എന്താ പറയുന്നത്? വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചതുകൊണ്ട്. അതായത് ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും രക്തം ചിഹ്നിച്ചതുകൊണ്ട്. അവരെ കൊല്ലുകയല്ലേ ചെയ്യുന്നത്. അന്ന് കാലത്ത് 2 സാക്ഷികളായിട്ട് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ വരും, അവരെ കൊന്നു. വെളിപ്പാട് 14-ാം അധ്യായത്തിൽ പറയുന്നതായ 144,000 പേരെ അവരെ കൊന്നതായിട്ട് പറയുന്നില്ല, എങ്കിലും അവർ രക്തസാക്ഷികളായെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൂടാതെ അനേകം ദൈവമക്കളെ അവിടെ ഭൂമിയിൽ അരിവാളയച്ചു കൊന്നു എന്ന് പറയുന്നത്, ദൈവം അരിവാളയക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ രക്തസാക്ഷികളായിട്ട് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാൽ ചെയ്യുന്നത് അന്തിക്രിസ്തുവാണ് ചെയ്യുന്നത്. അവരെ എല്ലാം വധിച്ചത് ഇവിടെയുള്ള അന്തിക്രിസ്തുവിൻ്റെ ആൾക്കാരാണ് ചെയ്തിരിക്കുന്നത്. അന്തിക്രിസ്തുവിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഉള്ള ശിക്ഷാവിധിയായി കാണുന്നത്, ന്യായവിധിയായി കാണുന്നത്. അവണ്ണം യാഗപീഠവും സർവശക്തിയുള്ള ദൈവമായ കർത്താവ് നിൻ്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ലോകത്തിലൊരു യാഗപീഠമുണ്ട്. ആ യാഗപീഠം സംസാരിക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ യാഗപീഠം എന്ന് പറയുന്നത് അതിൻ്റെ മാതൃകയാണ് മോശയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് മോശ അതുപോലെ തന്നെ ഈ യാഗപീഠം ഭൂമിയിൽ ഉണ്ടാക്കിയതായിട്ട് പഴയ നിയമ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ആ യാഗപീഠത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്, സ്വർഗത്തിലുള്ളതിനെക്കുറിച്ച്. 4-ാമത്തേവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. സൂര്യനിൽ കലശം ഒഴിക്കുമ്പോൾ ഭൂമിയിൽ അത്രമാത്രം ചൂട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. 8-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചില്ലേ, രക്തം കലർന്ന തീമഴയും ഭൂമിയെ ചൊരിഞ്ഞ് ഭൂമി 1/3 വെന്തുപോയി, വൃക്ഷങ്ങളെ 1/3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. അപ്പോൾ 1/3 വൃക്ഷങ്ങളും വെജിറ്റേറിയൻ എല്ലാം അവിടെ വർഷം വന്നെന്നാണ് പറയുന്നത്. പച്ചപ്പുല്ല് കംപ്ലീറ്റ് പോയി. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് 4-ാമത്തേവൻ തൻ്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. അപ്പോൾ ഇതെന്താ? ഇപ്പോൾ കംപ്ലീറ്റ് ഇത്ര വലിയ ഒരു സൂര്യന് ചൂട് വർദ്ധിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഭൂമിയിലെ നോൺ വെജിറ്റേറിയൻ ഫുഡും പോവും. നേരത്തെ വെജിറ്റേറിയൻ ഫുഡ്, ഇപ്പം നോൺ വെജിറ്റേറിയനും പോവും. അതെല്ലാം നശിച്ചു പോകുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ വെജിറ്റേറിയൻ ഇല്ല, നോൺ വെജിറ്റേറിയൻ ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. അത്രയധികം ഫുഡ് സ്കേഴ്സിറ്റി വരുമെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. പിന്നെ മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവനാമത്തെ ദുഷിച്ചതല്ല അവന് മഹത്വം കൊടുക്കാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. അപ്പോഴും മാനസാന്തരമില്ല. ദൈവം അയക്കുന്നത് മനുഷ്യരുടെ ദുഷ്പ്രവൃത്തികളുടെ ഫലമാണെന്നുള്ളത് മനസ്സിലാക്കാതെ അവർ പിന്നെയും മാനസാന്തരപ്പെടാതെ പിന്നെയും ദൈവത്തോട് മത്സരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്.
അഞ്ചാമത്തവൻ തൻ്റെ കലശം മൃഗത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ഒഴിച്ചു, അതിൻ്റെ രാജ്യം ഇരുണ്ടുപോയി. ആ രാജ്യത്തൊരു ഇരുട്ടുണ്ടായി എന്നാണ് പറയുന്നത്. ഇരുണ്ടുപോയി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ദോഷങ്ങളാണ് വരുന്നതായിട്ടാണ് പറയുന്നത്. അവർ കഷ്ടത നിമിത്തം നാവ് അടിച്ചും കൊണ്ട് കഷ്ടങ്ങളും മൃഗങ്ങളും ഹേതുവാൻ സ്വർഗത്തിലെ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ കൊണ്ടും ഈ ഇരുണ്ടുപോയി എന്ന് പറയുന്നത് വെറുതെ വെളിച്ചമില്ലാതെ മാത്രമല്ല, വളരെയധികം ദോഷങ്ങൾ, അനവധി രോഗങ്ങൾ അവിടെ വരുന്നതായിട്ടാണ് പറയുന്നത്. എന്നിട്ട് അത് ദൈവത്തെ മഹത്വപ്പെടുത്താതെ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷാവിധി എന്നൊന്ന് മനസ്സിലാക്കാൻ അംഗീകരിക്കാൻ തയ്യാറല്ലാതെ അവരെ ദുഷ്ടതയിൽ നിന്ന് അവർ വിട്ടുമാറുന്നില്ല. ദോഷപ്രവർത്തികൾ അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. ആറാമത്തെ തൻ്റെ കലശം യൂഫ്രട്ടോസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് ഒരു വഴിയൊരുക്കേണ്ടതിന് അതിൽ വെള്ളം വറ്റിപ്പോയി. ഈ ഹർമഗദോൻ യുദ്ധം, അതായത് മെഗിദോ താഴ്വരയിലുള്ള യുദ്ധം, അത് രണ്ടും ഒന്ന് തന്നെയാണ്. അത് നമുക്ക് നോക്കുമ്പോൾ ഗൂഗിളിൽ നോക്കി അറിയാം. പിന്നെ അവിടെ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് കിഴക്ക് നിന്ന് രാജാക്കന്മാർ അവിടെ യുദ്ധത്തിന് വരാനായിട്ട് യൂഫ്രട്ടീസ് നദിയിലെ, യൂഫ്രട്ടീസ് എന്ന് പറയുന്നത് ഇറാഖിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ വെള്ളം വറ്റിപ്പോകുന്ന പറയുന്നത്. ആ ഒലിമലി വരുമ്പം അവിടെ യുദ്ധം ചെയ്യാനായിട്ട് ഈ രാജാക്കന്മാർ വരുമെന്ന് പറയുന്നത്. ആ സംഗതി ഉണ്ടാകുന്നതിനുള്ള ഒരുക്കമാണ് ഇവിടെ കാണുന്നത്. അത് ദൈവം തന്നെ ഒരുക്കി കൊടുക്കും, യുദ്ധം ചെയ്യാൻ തയ്യാറായി കൊടുക്കുകയാണ്. വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാഹിൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നതാണ്. ഈ 3 ദുഷ്ട ആരൂപികൾ, അതായത് 1 പിശാച്, 2 കള്ളപ്രവാചകൻ, 3 അന്തിക്രിസ്തു. ഈ 3ൻ്റെയും വായിൽ നിന്ന് ദുരാത്മാക്കൾ പുറത്തു വരുന്ന പറയുന്നത്. അതെന്തിനാണ് വരുന്നത്? ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ദുരാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെപ്പോലെ വരും. അതായത് ഈ ദുരാത്മാക്കൾ വരുന്നത് എന്തിനാ? ഈ പറഞ്ഞ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരെയും അതിനു വേണ്ടി ഒരുക്കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്, ദൈവത്തിൻ്റെ യുദ്ധത്തിന് വേണ്ടിയിട്ട്. അത് ഞാൻ കള്ളനെപ്പോലെ ആർക്കാണ് വരുന്നത്? ലോകമനുഷ്യർക്ക് അങ്ങനെ വരുന്നത്, ദൈവമക്കൾക്കല്ല അങ്ങനെ വരുന്നത്. 1 തെസ്സലോനിക്ക 5-ാം അധ്യായത്തിൽ 1 മുതൽ, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയേറിപ്പാൻ ആവശ്യമില്ല. അത് നമുക്കുള്ള സമയങ്ങളും കാര്യങ്ങളും ദൈവം നമ്മളെ അറിയിക്കും, ദൈവമക്കളെ അറിയിക്കും. കള്ളൻ രാത്രി വരുമ്പോലെ കർത്താവിൻ്റെ നാൾ വരുന്നതെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ലോകമനുഷ്യർക്ക് അങ്ങനെ വരുന്നത്, ദൈവമക്കൾക്ക് അങ്ങനെയല്ല. അതൊക്കെ നമുക്ക് വെളിപ്പാട് പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇന്ന സമയത്താണ് വരുന്നതെന്ന്. ആ സമയത്ത് ദൈവമക്കൾ ഈ ഭൂമിയിൽ വളരെ അപൂർവമേ ഉണ്ടാവുള്ളൂ. മിക്കവാറും ആൾക്കാർ രക്തസാക്ഷിയായിട്ട് മരിക്കുമെന്ന് 14-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ. അതിൽ പക്ഷേ വളരെ അപൂർവം ആൾക്കാർ എന്നാലും ബാക്കിയും ഉണ്ടാവുമെന്ന് പറയുന്നു. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നതും. അതായത് അന്ത്യക്രിസ്തുവിന് മുദ്ര എടുക്കാൻ പാടില്ല. ദൈവമക്കളോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുത്തു കഴിഞ്ഞാൽ അവർക്ക് രക്ഷയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്ന് പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. അവരെ എന്ന് പറയുന്നത് ഈ രാജാക്കന്മാരെ. ഹർമഗദോൻ എന്ന് പറഞ്ഞ് ഇസ്രായേലിലാണ്, ഇസ്രായേലിനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. 7-ാമത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു, അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. അപ്പോൾ 7-ാമത്തെ ദൂതനെ ഒഴിക്കേണ്ട എല്ലാ കഷ്ടങ്ങളും തീർന്നു പോകും എന്നാണ് പറയേണ്ട അർത്ഥം. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യരുണ്ടായത് അതുപോലെ അത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. അതായത് നമ്മൾ 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, എന്താ പറയുക, വലിയ ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിൽ ദ്വീപുകളും മലകളും ഒക്കെ സ്വസ്ഥാനത്ത് നീങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ പറയുന്നത് അതിനേക്കാൾ വലിയ ഭൂകമ്പമാണ്. 6-ാം അധ്യായത്തിൽ പറയുന്ന സമയത്ത് കാണുന്നത് സൂര്യൻ കടുംബരോടെ കറുത്തു, ആകാശത്തുനിന്ന് ഉൽക്കകൾ താഴെ വീഴുന്നു, അതൊക്കെ പറയുന്നുണ്ട് അതിൽ. ഈ സമയത്ത് സംഭവിക്കുന്നത് അത് തുടർച്ചയുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മഹാനഗരം മൂതംശമായി ജാതികളുടെ പട്ടണങ്ങൾ വീണുപോയി. അതായത് മഹാനഗരം എന്ന് പറയുന്നത് യെരുശലേമാണ്. അത് 3 ഭാഗമായിട്ട് തിരിയുന്ന പറയുന്നത്. ജാതികളുടെ പട്ടണങ്ങളും വീണു. ജാതികളുടെ പട്ടണം എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലെയും വലിയ പട്ടണങ്ങൾ കംപ്ലീറ്റ് ആ ലോകവ്യാപകമായിട്ടുള്ള ഭൂകമ്പത്തിലെല്ലാം നശിച്ചു പോകും എന്നാണ് പറയുന്നത്. 6-ാം അധ്യായത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ദൈവകോപത്തിൻ്റെ ക്രോധമതയുള്ള പാത്രം മഹാബാബിലോൺ കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധി. മഹാബാബിലോൺ എന്ന് പറയുന്നത് നമ്മൾ 17-ാം അധ്യായത്തിലും പിന്നെ 18-ാം അധ്യായത്തിലാണ് നമ്മൾ പറയുന്നത്. ആ സംഗതി നടക്കുന്നത് ഈ സമയത്താണെന്നാണ് പറയുന്നത്. അതായത് 16-ാം അധ്യായം തീരുന്നതിന് മുമ്പ് തന്നെ അത് സംഭവിക്കും എന്നാണ് ഇതിന് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 17-ലും 18-ലും നമുക്ക് വായിക്കാം. സകല ദ്വീപുകളും ഓടിപ്പോയി, മലകൾ കാണാനില്ല. അത് 6-ാം അധ്യായത്തിൽ പറഞ്ഞ സംഗതി തന്നെ. അതിനേക്കാൾ
കൂടിയ തരത്തിലുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. കെട്ടിടങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടാവില്ല, എല്ലാം നശിച്ചു പോകും. താലന്തോളം ഘനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്തു നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. താലന്ത് എന്ന് പറയുന്നത് 40-50 കിലോ വെയിറ്റ് ഉണ്ട്. അത് ആകാശത്തു നിന്ന് വീഴാണ്, അത് കന്മഴ പെയ്യാണ്. മിക്കവാറും കാര്യങ്ങൾ ആ പറയുന്ന ഇതിൽ പറയണ എല്ലാം ഉണ്ടായി. എന്നാൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ, മത്തായി സുവിശേഷം നമുക്ക് 24 എടുക്കാം, 29 എഴുതിക്കണേ. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുത്തായിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികളെയും പോകും. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും, മണ്ണ് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്ര ആകാശത്തിലെ ദേഹങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നു കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാളധ്വനിയോടെ അയക്കും. അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അതുവരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇതെന്താ? എല്ലാവരും കാണുന്ന വിധത്തിലാണ് കർത്താവ് വരുന്നത്. അത് തന്നെയല്ല, ആ സമയത്ത് മഹാകാളധ്വനിയോടെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? മരിച്ചവരുടെ പുനരുത്ഥാനവും ജീവനോടെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എടുക്കപ്പെടൽ നടക്കുന്നത് ആ സമയത്താണെന്നാണ് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, ആ കഷ്ടം കഴിഞ്ഞ ശേഷം, കഷ്ടം കഴിയുന്നത് ഇവിടെയാണ്. ഒരു കാര്യം പറയുന്നില്ല, എന്താ? സൂര്യൻ ഇരുണ്ടു പോവുകയും ചെയ്യുന്നു, ചന്ദ്രപ്രകാശം കൊടുക്കുന്ന കാര്യം ഇവിടെ പറയുന്നില്ല. പക്ഷെ അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? കഷ്ടം കഴിഞ്ഞ ശേഷമേ ഉണ്ടാവുള്ളൂ. അതായത് 7 മുദ്രകളും 7 കാഹളങ്ങളും 7 ക്രോധകലശങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഇവിടെ തന്നെ എഴുതാതിരിക്കുന്നത്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? യേശുക്രിസ്തു വരുന്നത് 19-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിലാണ് പറയുന്നത്. 19-11 വാക്യം എഴുതിയിരിക്കുന്നത്. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നതും ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ, അവൻ നീതിയോടെ വധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ 16-ാം അധ്യായം കഴിഞ്ഞല്ലോ. 16-ാം അധ്യായം കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കണ്ടത്? എല്ലാ ക്രോധകലശങ്ങളും തീർന്നു. അതുപോലെ തന്നെ മഹാബാബിലോണിൻ്റെ ന്യായവിധി അവിടെ കാണിക്കുന്നു. അത് വരുന്നത് 17-ഉം 18-ഉം അധ്യായത്തിലാണ്. പക്ഷെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഒരു യുദ്ധമുണ്ട്. കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ എല്ലാ ദോഷങ്ങളും കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ട് പോലും ചന്ദ്രപ്രകാശം കുടിക്കാതിരിക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥ ഇതിന് ശേഷമുണ്ട്. അതിവിടെ എഴുതിയിട്ടില്ല. ഭൂകമ്പമുണ്ടായെങ്കിൽ തന്നെയും ആ സംഗതി ഇവിടെ എഴുതിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇല്ല എന്നതിനർത്ഥമില്ല. എന്നാൽ ചിലർ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 24-29 പറഞ്ഞതുപോലെ 6-ാം അധ്യായം കാണുന്നുണ്ടല്ലോ. നമ്മൾ പറഞ്ഞ സൂര്യൻ കരിമ്പിടം പോലെ കറുത്തു, മീറ്റേഴ്സ് താഴെ വീണു, ഭൂകമ്പമുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ സമയത്താണ് കർത്താവ് വരുന്ന എന്ന് പറഞ്ഞൊരു തെറ്റായിട്ടുള്ളൊരു പഠിപ്പിക്കലുണ്ട്. ശരിക്കും ഇതെല്ലാം മൊത്തത്തിൽ വായിച്ച് ശരിക്കും നല്ലോണം ഗ്രഹിച്ചാൽ മാത്രമേ നമുക്കത് വേണ്ട രീതിയിൽ അത് മനസ്സിലാവുള്ളൂ. ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കാതെ ആർക്കും അത് കിട്ടില്ല. സ്വന്തം ഇഷ്ടത്തിന് പോകുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാം ശരിയായിട്ട് വായിച്ചു നോക്കണം. അപ്പോൾ മനസ്സിലായി ഇതിന് ശേഷം ഒരു സംഗതി അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഈ 19-ാം അധ്യായത്തിലെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. കർത്താവ് മധ്യാകാശത്തിൽ വരുന്നത്, അത് മധ്യാകാശത്തിൽ വരുന്നതാണ്. അതിന് മുമ്പൊരു വരവില്ല. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ്.